ഹലോ ഗായ്സ്, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ തന്നെ കുറേ ആയി ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഫൈനലി ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഫേസിലേക്ക് ഫസ്റ്റ് തന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്രൊഡക്ട്സിലും നൈക്കയിലും ഇങ്ങനെ ഓഫറും സെയിലും എല്ലാം വരുമ്പോൾ അത് വാങ്ങിക്കില്ല. അധികം ഈ സ്കിൻ കെയർ മേക്കപ്പ് പ്രൊഡക്ട്സിലും ഞാൻ അധികം നൈക്ക തന്നെയാണ് വാങ്ങിക്കൽ. ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫേസിലേക്ക് ഭയങ്കര ഗ്ലോ വന്ന പോലെ ഉണ്ടാവും, ഒരു ഇന്നർ ഗ്ലോ വന്ന പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണുന്നില്ലേ? അതിന് ശേഷം ഞാൻ ലോറിയലിൻ്റെ ഒരു കൺസീലറാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. എവിടെയൊക്കെയാണോ നമുക്ക് കുറച്ച് ഡാർക്ക്നെസ് തോന്നുന്നത്, അതായത് കണ്ണിന് ചുറ്റും, അതുപോലെ തന്നെ എനിക്ക് ലിപ്പിൻ്റെ രണ്ട് സൈഡിലെല്ലാം കുറച്ചൊരു പിഗ്മെൻറ്റേഷൻ, അതൊരു ഡാർക്ക്നെസ് പോലെ തോന്നും. അപ്പോൾ ഞാൻ ആ ഏരിയയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ചീക്ക് ബോണിൻ്റെ അടുക്കെല്ലാം അപ്ലൈ ചെയ്യും. ഒരു ഡബ്ല്യു പോലെ, അതായത് നോസും അപ്പുറത്തെ ചീക്കും കൊണ്ട് ജോയിൻ ചെയ്യുന്ന പോലെ ഒരു ഡബ്ല്യു ഷേപ്പിലാണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യൽ. ബ്ലഷ് ഞാൻ എവിടെ പോകുമ്പോൾ ഞാൻ ഫേസിലേക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ബ്ലഷ് മാത്രം ഇട്ടാലും നമുക്ക് ഒരു നാച്ചുറൽ ഫിനിഷ് തോന്നിക്കും. ബ്ലഷ് പറയുന്നത് ഓവറാക്കി ചളാക്കിയാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കും. എന്നാൽ കുറച്ച് എടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്താൽ മതി. ബ്ലെൻഡ് ചെയ്താൽ തന്നെ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് തോന്നും. അതിന് ശേഷം ലാക്മേൻ്റെ ഒരു ലൂമി ക്രീമാണ് എടുക്കുന്നത്. അതൊരു ഹൈലൈറ്റർ പോലെയാണുള്ളത്. അത് നമുക്ക് എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതായത് ചീക്കിനെടുക്കുക തന്നെ, ഐബ്രോസിനെടുക്കാം, നോസിനെടുക്കൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിന് ശേഷം സെയിം ചീക്ക് ടിൻ്റ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ പിന്നെ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ എന്താ പറയുക, ക്യാമറ നോക്കിയിട്ട് അധികം ആവുന്നില്ല, അതുകൊണ്ട് മിറർ നോക്കിയിട്ടാണ് ഇട്ടത്. അതിന് ശേഷം കാജൽ, മേബിലിൻ്റെ ഒരു കൊളോസൽ കാജൽ എടുത്തിട്ട് തന്നെ കണ്ണിൻ്റെ മുകളിൽ ലൈൻ ചെയ്തിട്ട് അതിങ്ങനെ സ്മഡ് ചെയ്ത് കൊടുത്തിട്ട് സ്മോക്കി ഫീൽ എഫക്റ്റ് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് അധികം അങ്ങനെ ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ലൈൻ ചെയ്തതിനെ കാട്ടി എനിക്ക് ഇങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടെ രസം തോന്നൽ. അതിനുശേഷം ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാനൊരു മേബിലിൻ്റെ ന്യൂഡ് ന്യൂആൻസ് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ് എടുത്തത്. അതെനിക്ക് ഫേസ് ഇട്ടപ്പോൾ ഭയങ്കര ഡള്ളായ പോലെ ഫീൽ ചെയ്തു. എന്തോ ഫേസ് ഭയങ്കര ഇരുട്ടായ പോലെ, ഡള്ളായ പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അതിന് മുകളിൽ കുറച്ചും കൂടെ ബ്രൈറ്റുള്ള ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആവുമ്പം ഏകദേശം ഓക്കെ ആയി. പിന്നെ എനിക്ക് അധികം ബ്രൈറ്റ് ഇഷ്ടമല്ല, എന്നാൽ തീരെ ന്യൂഡും ഇഷ്ടമല്ല. അതിനുശേഷം മേബിലിൻ്റെ ഒരു ഹൈപ്പർ കള, അങ്ങനെ എന്തോ ഒരു സൂപ്പർ കള, അങ്ങനെ എന്തോ ഒരു മസ്കാര ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മുടി താഴെയിങ്ങനെ കെട്ടിയിട്ട് മടഞ്ഞിടുകയോ ചെയ്തത്. അപ്പോൾ എനിക്ക് അധികം ഇങ്ങനെ ചെയ്യുന്ന കൂടുതൽ കംഫർട്ട്. പിന്നെ കമ്മൽ ഏതിടും എന്നാണ് കൺഫ്യൂഷൻ. 2 കമ്മലുണ്ടായി. അപ്പോൾ ഫൈനലി ഞാൻ ഒന്ന് ചൂസ് ചെയ്തു. അതാണ് കുറച്ചും കൂടെ ഇട്ട ഡ്രസ്സിന് ഞാൻ ഇങ്ങനെ ഷോപ്പിൽ പോയാൽ, ഇങ്ങനെ ഫാൻസി ഷോപ്പിൽ പോയാൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കമ്മലിൽ വാങ്ങിക്കുന്നത്, അല്ലാണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യലുണ്ട്, എന്നാലും കുറവാണ്. അതിനുശേഷം പൊട്ട് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ്, എല്ലാം ലുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പൊട്ട് വെക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്കങ്ങനെ എന്തോ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വന്ന പോലത്തെ ഒരു ഫീലാണ്. അതിനുശേഷം ഞാൻ വാച്ച് മാത്രം ഇട്ടിട്ടുള്ളൂ, ആക്സസറീസ് പറയാൻ വേണ്ടിയിട്ട് വാച്ച് മാത്രം ഇട്ടു. എൻ്റെ വോൾ ലുക്ക് കംപ്ലീറ്റ് ആയി ഗൈസ്. അപ്പോൾ അത്രയും ബൈ ബൈ, സീ യു.